ശ്രീ പി കെ ഗോപൻ, രണ്ട് കാര്യങ്ങൾ. നിങ്ങൾ വലിയ വിമർശനവും അഴിമതിയുമൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷം പ്രതിരോധമായി പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതിലൊന്ന് ഇടതുമുന്നണിയെ തിരിഞ്ഞുകുത്തുന്നതുമാണ്. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരാനുള്ള തീരുമാനം, ചട്ടഭേദഗതിയിലൂടെ അത് നടപ്പാക്കാനുള്ള നയപരമായ തീരുമാനം എടുത്തത് ഇടതുമുന്നണിയാണ്. അങ്ങനെ എടുത്ത തീരുമാനത്തിന് നികുതി ഘടന നിശ്ചയിക്കപ്പെടാതിരുന്നിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അതിന് നികുതി നിശ്ചയിക്കേണ്ടിയിരുന്നു. അത് നിശ്ചയിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നതാണ് അവരുടെ ഒന്നാമത്തെ വാദം. ഇനി രണ്ടാമത്തേത്, ഈ ഇളവ് എന്ന പ്രയോഗം അവർ അംഗീകരിക്കുന്നില്ല. മറിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോൾ ബിയറിനും വൈനിനും ഹോട്ടി വൈനിനുമൊക്കെ നൽകുന്ന ആ നികുതി വെച്ച് നോക്കുമ്പോൾ അതിലെ പരമാവധി നികുതി ഈടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്നാണ്. ഈ രണ്ട് ആരോപണങ്ങളും ഇടതുമുന്നണി പറയുന്നത് നിലനിൽക്കില്ല എന്നതാണ് UDFന്റെ വാദം. അതെ, ഇതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ശ്രീ ഗോപികൃഷ്ണൻ സത്യം. കാരണം ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ അങ്ങ് ഉയർത്തിയ ചില പോയിൻറ്സും ശ്രീ വസന്ത് പറഞ്ഞതിനോട് ക്ലബ് ചെയ്ത് ഞാൻ പറയാം. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്, അതുകൊണ്ട് ഞങ്ങളത് തുടരുകയാണ്. ഇത് കേരളയിൽ കണ്ടായിരുന്നോ ശ്രീ ഗോപികൃഷ്ണ? ആദ്യം വന്ന് ചെയ്യാനൊരുങ്ങിയ ഏറ്റവും വലിയ ഞങ്ങൾ മഞ്ഞ കുറ്റികൾ പറിച്ചു കളയുന്നു. ആയിക്കോട്ടെ, അപ്പോൾ കഴിഞ്ഞ ഒരു ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിനെ അവർ മാറ്റിയത്. അപ്പോൾ അവർക്ക് സ്വീകാര്യമാണെങ്കിൽ മാത്രം അത് തുടരും, അല്ലെങ്കിൽ മാറ്റുമെന്നാണല്ലോ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ആ ഒരു വാദം ഒരു പ്രസക്തമായ കാര്യമല്ല. രണ്ട്, ഇടതുപക്ഷം തീരുമാനിച്ചിരുന്നു. എന്താ നിങ്ങളത് ചർച്ച ചെയ്യാത്തത്? അത് കുറച്ച് വിശദമായിട്ട് ചർച്ച ചെയ്യും. ഇടതുപക്ഷം ഏത് വീര്യം കുറഞ്ഞ മദ്യത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചത്? നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാറിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശു മാങ്ങകൾ, അതുപോലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, പച്ചക്കറികൾ, ഇവയിൽ നിന്ന് മദ്യം ഉണ്ടാക്കുക. ആ മദ്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. കേരളത്തിൻ്റെ തനത് മദ്യം എന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ഗോവയിൽ ഫെനി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ കശുമാങ്ങയിൽ നിന്ന്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മറ്റ് മദ്യങ്ങളുടെ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാവും. എന്തായാലും മദ്യ ഉപഭോഗത്തിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോയില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു കണക്ക് കൂടി ഞാൻ പറയാം. അദ്ദേഹം ഇവിടെ ബാറിൻ്റെ എണ്ണം കൂടിയത് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്, UDFൻ്റെ ഭരണകാലത്ത് നിങ്ങളത് വേണ്ടത്ര പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2015-16 കേരളത്തിലെ ശരാശരി മദ്യ ഉപഭോഗം ബിയറും അതുപോലെ വീര്യം കൂടിയ മദ്യവും വൈനും എല്ലാം കൂടി ചേർത്ത് 356 ലക്ഷം കേസുകളാണ്. 356 ലക്ഷം കേസുകളെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മദ്യക്കുപ്പികൾ ഒരുമിച്ച് വെക്കുന്ന കവറിനെ ആയിരിക്കണം കേസുകൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത്ര വിവരമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു സംശയമുണ്ട്. അപ്പോൾ 356 ലക്ഷം കേസുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എങ്കിൽ LDFൻ്റെ കാലത്ത് ശരാശരി 315 കുറഞ്ഞു. ഇത് കണക്കുകൾ ഗവൺമെൻറ്റിൻ്റെ പക്കൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ബിവറേജിൻ്റെ പക്കലും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ ലഭ്യമാണ്. നമുക്കത് കള്ളം പറയാൻ പറ്റുന്ന കണക്കുകളല്ല. അപ്പോൾ 10 വർഷം മുമ്പ് 356 ലക്ഷം കേസുകൾ വിറ്റെടുത്ത് 10 വർഷത്തിന് ശേഷം 315 ലക്ഷം കേസുകളായി കുറഞ്ഞെങ്കിൽ സാധാരണഗതിയിൽ ഒരു 400 ലക്ഷം കേസായിട്ട് വർദ്ധിക്കേണ്ടതാണ്. ആനുപാതിക വർധന ഉണ്ടാവണം. ഇവിടെ മദ്യ ഉപഭോഗം കുറയ്ക്കലാണ് ഉണ്ടായത്. അതിൻ്റെ കാരണം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന വിമുക്തി മിഷൻ, നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായിരുന്നു പല രൂപത്തിൽ. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിൽ പങ്കാളികളായി കാണും, വലിയ തോതിൽ പങ്കാളികളായി കാണും. അപ്പോൾ വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ വലിയ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് നടത്തിയ കൂട്ടത്തിലാണ്. വിമുക്തി മിഷൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ആ മാറ്റം ഉണ്ടായി. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴം പച്ചക്കറി വഴിയുള്ള വീര്യം കുറഞ്ഞ മദ്യം, അതിന് നികുതി കുറച്ചിരുന്നില്ല നമ്മൾ. ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? 100 രൂപ വിലയുള്ള ഒരു മദ്യം എന്നിരിക്കട്ടെ, അതിൻ്റെ നിലവിലുള്ള ടാക്സ്, LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നിലവിലിരുന്ന ടാക്സ് 251%. അപ്പോൾ ഈ മദ്യം മേടിക്കണമെങ്കിൽ നമുക്ക് 351 രൂപ കൊടുക്കണം. ഇനി UDF കൊണ്ടുവന്ന നയമനുസരിച്ചാണെങ്കിൽ 100 രൂപ വിലയുള്ള മദ്യം വാങ്ങിക്കാൻ 220 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 131 രൂപ കേരള ഖജനായിക്ക് നഷ്ടം. ഒരു 100 രൂപയുടെ മദ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മദ്യത്തിൻ്റെ വില അതിനൊക്കെ എത്ര കൂടുതലാണ്. നമ്മൾക്ക് കണക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അതായത് നികുതി ഘടന പരിഷ്കരിച്ചു എന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി സമ്മതിച്ചു. മദ്യനയം ഞങ്ങൾ കൊണ്ടുവന്നില്ല, പക്ഷേ ടാക്സ് സ്ട്രക്ചർ ഞങ്ങൾ പരിഷ്കരിച്ചു. ആ ടാക്സ് സ്ട്രക്ചർ പരിഷ്കരിക്കുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന ശരാശരി നഷ്ടം 600 കോടി രൂപയാണ്.
കിട്ടിക്കൊണ്ടിരിക്കുന്ന നഷ്ടമാണ്. ശ്രീ ഗോപികൃഷ്ണ, ഈ ബഡ്ജറ്റിനകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് നികുതി കുറച്ചോ? മദ്യത്തിനല്ലാതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.